നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥി ആരായിരിക്കണം? നമ്മുടെ മലയാള സിനിമയിലെ 3.5 പതിറ്റാണ്ട് കാലത്തെ സാന്നിധ്യം, വെറും സാന്നിധ്യമല്ല, നിറസാന്നിധ്യം. കഥ, തിരക്കഥ, സംവിധാനം, അഭിനയം. ബാലചന്ദ്ര മേനോനെ നമുക്ക് JB ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യാം. ഏഴു സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം, ഗാനം ദേവഗാനം, അഭിലാഷ ഗാനം. ശ്രീ ബാലചന്ദ്ര മേനോൻ, എന്തോ മനസ്സിലിങ്ങനെ വിങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. സന്തോഷം. പിറ്റേ 36 വർഷമായി, അത് ഒറ്റയ്ക്ക്. ഈ 36 വർഷം കഴിഞ്ഞ് ഞാനിവിടെ ഇരിക്കുമ്പോഴും എന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുള്ള കൗതുകം ബ്രിട്ടാസിനുണ്ട്. അത് പറയാനുള്ള ഒരു ഉന്മേഷം എനിക്കുണ്ട്. എനിക്ക് എപ്പോഴും ഉണ്ട്. താങ്കളെ കാണുമ്പോൾ എനിക്ക് ചോദ്യങ്ങൾക്കൊരിക്കലും ലോഭം ഉണ്ടായിട്ടില്ല. അതിന് ധാരാളിത്തം കൊണ്ടാണ് ഞാൻ വീർപ്പൂട്ടാറ്. എന്താ കാരണം എന്ന് വെച്ചാൽ, ഇത്രത്തോളം ചോദ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ട ഒരു സിനിമാ പ്രവർത്തകൻ ഒരു പക്ഷേ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ, ഞാനത് വിശദീകരിക്കാം. ഇത്രത്തോളം വ്യത്യസ്തമായിട്ടുള്ള ഭാവതലങ്ങൾ, തീഷ്ണമായിട്ടുള്ള അനുഭവങ്ങൾ, സന്തോഷത്തിൻ്റെ, സന്താപത്തിൻ്റെ, ദുഃഖത്തിൻ്റെ, രോഷത്തിൻ്റെ, അങ്ങനെ എല്ലാ വികാരങ്ങളുടെയും പല പല തലങ്ങൾ ഇത്രത്തോളം തിങ്ങിക്കൂടിയ ഒരു സിനിമാ പ്രവർത്തകനെ ഞാനിപ്പം കാണുന്നില്ല. അതിൽ ഞാൻ എല്ലാ അഭിമുഖങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരു സിനിമ സാക്ഷാത്കരിക്കുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അതിനപ്പുറം ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഇത്രയും ഞാനായത് ഇതായിരിക്കുന്ന എൻ്റെ പ്രേക്ഷക ശക്തിയാണ്. 36 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം കേൾക്കാനും ഈ യുവതലമുറയിൽപ്പെട്ട ചെറുപ്പക്കാർ വന്നിരിക്കുന്നതിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട്, കടപ്പാടുണ്ട്, സന്തോഷം. ലക്ഷക്കണക്കിന് പ്രേക്ഷകർ ടെലിവിഷന് മുമ്പിൽ തീർച്ചയായിട്ടും താങ്കളെ കാത്തിരിക്കുക. തീർച്ചയായിട്ടും ഞാൻ പ്രേക്ഷകർ ഉദ്ദേശിച്ച അവരിലൂടെ ഇതിൻ്റെ പ്രേക്ഷകർ തന്നെയാണ്. മേനോൻ ചേട്ടാ, ഇവിടെ എന്തോ ഇടനെഞ്ചിലെന്തോ 3-4 വരികളിങ്ങനെ വിങ്ങി നിൽക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ സ്വാഭാവികമാണ്. ഈ എന്താ പറയുക, തെങ്ങ് കയറ്റം ശീലമായ ആൾക്കാർ, എനിക്ക് പണ്ടൊരു ഫാമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു തേങ്ങ ഇട്ട് കഴിയുമ്പോൾ എന്താ തേങ്ങ എടുത്ത് മാറ്റി വെച്ച്, അത് നിനക്കുള്ള തേങ്ങ, ഇതോ അത് ഏണിക്കുള്ള തേങ്ങ സാർ പറയും. അപ്പോൾ ഏണിക്കൊരു തേങ്ങയുണ്ട്. അപ്പോൾ എന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്ന എല്ലാവരുടെ അടുത്തും എന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കുകയാണെങ്കിൽ എനിക്കൊരു 4 വരി പാട്ട് തരണമെന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതാണ് തിങ്ങി നിൽക്കുന്നതെന്ന് സംശയിക്കുന്നതിൽ യാതൊരു രീതിയിലുള്ള തെറ്റിന് 4 8 അധികമായാൽ ശരി വരട്ടെ. 4 മഞ്ജു ഭാഷിണി മണിയറ വീണയിൽ മയങ്ങിയുണരുന്നതേതൊരു രാഗം, ഏതൊരു ഗീതം, ഓ മഞ്ജു ഭാഷിണി. നാദസിരകളിൽ പ്രിയദർശിനി നിന്നോതിര കൈവിരൽ ഒഴുകുമ്പോൾ, നാദസിരകളിൽ പ്രിയദർശിനി നിന്നോതിര കൈവിരൽ ഒഴുകുമ്പോൾ, താനെ പാടാത്ത തന്ത്രികളുണ്ടോ, താളം പിടിക്കാത്ത ഹൃദയമുണ്ടോ, മഞ്ജു ഭാഷിണി മണിയറ വീണയിൽ മയങ്ങിയുണരുന്നതേതൊരു രാഗം, ഏതൊരു ഗീതം, ഓ മഞ്ജു
മഞ്ജുഭാഷിണി